ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ, മിക്സഡ് ഫ്രൈഡ് റൈസ്. അതിനായിട്ട് നമുക്ക് ആദ്യം ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പാടെ ചേർത്തിട്ട് മസാല ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് പരിപാടി നമുക്ക് നമ്മളെ റൈസ് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെമ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ അതിലേക്ക് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുക്കഡ് ആയിട്ടുള്ള ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് കോഴിമുട്ട പൊരിക്കുക കേട്ടോ. കോഴിമുട്ട കിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? കോഴിമുട്ടയുടെ പരിപാടി ചെയ്യുന്നു. ഇനി അടുത്തത് നമുക്ക് മെയിൻ പരിപാടിക്ക് കിടക്കാം. ഇനി ഇതിലാണ് നമ്മളെ ഫൈനൽ ഫ്രൈഡ് റൈസ് പ്രോസസ്സ് കേട്ടോ. ഒരു ചെമ്പെടുത്തിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ബട്ടർ ആഡ് ചെയ്തിട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ക്യാരറ്റും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചെമ്മീന് പൊരിച്ചെടുത്തതിൻ്റെ ബാക്കിയുള്ള എണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒണിയനും ചിക്കനും ചെമ്മീനും പാടെ ചേർത്തിട്ട് പിന്നെ നമ്മളിവിടെ ക്യാപ്സിക്കം 3 കളേഴ്സിലുള്ള ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച കോഴിമുട്ട, ക്യാബേജ്, ഉപ്പ് ഇത്രയും ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചിക്കന് നമ്മൾ കുരുമുളക് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അജിനാമോട്ടോക്ക് പകരം ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അല്പം സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി. അപ്പോൾ എത്രയല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.